ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ത്യയെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ടോ? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. പ്രിയമുള്ളവരെ, കത്തോലിക്ക ബൈബിളിൽ 4 ഇന്ത്യയുടെ പേര് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ POC ബൈബിൾ നോക്കുകയാണെങ്കിൽ 4 ഇന്ത്യയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ മറ്റ് 2 കൂടി ഇന്ത്യ എന്ന സ്ഥലത്തെക്കുറിച്ചുള്ള സൂചനയുണ്ട്. അങ്ങനെ മൊത്തം 6 ഇതിൽ ഇന്ത്യയുടെ പേര് വ്യക്തമായി പറഞ്ഞ 4 ബൈബിൾ വാക്യങ്ങളിൽ 3 ബൈബിൾ വാക്യങ്ങളും പഴയ നിയമത്തിലെ എസ്തേർ എന്ന പുസ്തകത്തിൽ നിന്നാണ്. എന്താണ് എസ്തേർ എന്ന പുസ്തകത്തിന്റെ പശ്ചാത്തലം? പ്രത്യേകമായിട്ട് പേർഷ്യൻ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ BC 530 പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി. BC 485 മുതൽ പേർഷ്യയിലെ രാജാവായിരുന്നു അഹസ്വരൂസ്. അദ്ദേഹത്തിന്റെ രാജ്ഞി ഒരു യഹൂദ സ്ത്രീയായിരുന്നു. അവരുടെ പേരാണ് എസ്തർ. പക്ഷെ അവരെ നശിപ്പിക്കാനായിട്ട്, ഈ പേർഷ്യൻ സാമ്രാജ്യത്തിൽ ഉള്ള യഹൂദന്മാരെ നശിപ്പിക്കാനായിട്ട് അക്കാലത്തെ ഹാമാൻ എന്ന ഒരു വ്യക്തി ശ്രമിക്കുകയും ദൈവം അത്ഭുതകരമായി ഇസ്രായേൽ ജനത്തെ എസ്തേറിന്റെ നേതൃത്വത്തിൽ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് എസ്തേർ എന്ന പുസ്തകത്തിൽ പറയുക. ഇവിടെ 3 പ്രാവശ്യം ഇന്ത്യയുടെ പേര് പരാമർശിക്കുന്നുണ്ട്. പേർഷ്യൻ സാമ്രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകമായി ഇറാൻ ഭാഗത്തു നിന്ന് വന്ന രാജ കുടുംബമാണ് പേർഷ്യൻ സാമ്രാജ്യം. അവരുടെ തലസ്ഥാനമായിട്ട് എസ്തേറിന്റെ പുസ്തകം പറയുന്നത് സൂസ എന്ന് പറയുന്ന ഇറാനിലെ ഒരു പട്ടണമാണ്. പക്ഷേ ഈ സാമ്രാജ്യം വളരെ വലുതായിരുന്നു. ആഫ്രിക്കയും ഏഷ്യയും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഈ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. 127 പ്രവിശ്യകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുക. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സാമ്രാജ്യത്തിന്റെ അതിർത്തി പറയുന്നത് എത്യോപ്യ മുതൽ ഇന്ത്യ വരെ ആയിരുന്നു എന്നാണ്. എത്യോപ്യ മുതൽ ഇന്ത്യ വരെ. ഇനി നമ്മൾ ഹീബ്രു ബൈബിളിൽ നോക്കുകയാണെങ്കിൽ അവിടെ പറയുക എത്യോപ്യ മുതൽ ഹോദു വരെയാണ്. ഹോദു, ഈ ഹോദു എന്ന വാക്ക് ഹിന്ദു എന്ന വാക്കിൽ നിന്നെല്ലാം വന്നതാണ്. അതായത് സിന്ധു നദീതട സംസ്കാരവും ആ പ്രദേശങ്ങളെയും കുറിച്ചാണ് ഇവിടെ പറയുക. അതുകൊണ്ട് തന്നെ POC ബൈബിളിൽ അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുക ഇന്ത്യ എന്നാണ്. ഇത് നമുക്ക് ബൈബിളിൽ എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ കാണാൻ പറ്റും. ഇനി നിങ്ങൾ സത്യവേദ പുസ്തകമാണെങ്കിൽ അവിടെ എസ്തേറിന്റെ പുസ്തകം 1-ന്റെ 1-ാം വാക്യത്തിലാണ് ഈ കാര്യങ്ങൾ കാണുക. അതായത് അഹസ്വരൂസ് രാജാവിന്റെ കാലത്ത് പേർഷ്യൻ സാമ്രാജ്യം എത്യോപ്യ മുതൽ ഇന്ത്യ വരെ 127 പ്രവിശ്യകളിലായി വ്യാപിച്ചിരുന്നു. സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ യൂതന്മാര് ഈ പേർഷ്യൻ സാമ്രാജ്യത്തിന് പല ഭാഗത്തും ഉണ്ടായിരുന്നു. ഒറ്റ രാജ്യമാണെന്ന് ഓർക്കണം. ഇറാൻ മുതൽ അല്ലെങ്കിൽ പേർഷ്യ മുതൽ ഇന്ത്യ വരെ, എത്യോപ്യ മുതൽ ഇന്ത്യ വരെ ഒറ്റ രാജ്യമാണെന്ന് ഓർക്കണം. ഇങ്ങനെ ഈ സാമ്രാജ്യത്തിൽ വ്യാപിച്ചു കിടന്ന യഹൂദന്മാരെ നശിപ്പിക്കാനായി ഹാമാൻ ശ്രമിക്കുകയും അവരെ ദൈവം അത്ഭുതകരമായി സംരക്ഷിക്കുകയും എസ്തേറിന്റെ നേതൃത്വത്തിൽ സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ രാജാവ് അഹസ്വരൂസ് ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കുന്നുണ്ട്. ഇദ്ദേഹം ഈ രാജകൽപ്പന എല്ലാ പ്രവിശ്യകളിലേക്കും അയച്ചു കൊടുത്തു. അതായത് എത്യോപ്യ മുതൽ ഇന്ത്യ വരെയുള്ള, ഹോദു വരെയുള്ള എല്ലാ പ്രവിശ്യകളിലേക്കും അയച്ചു കൊടുത്തു എന്നും ബൈബിളിൽ പറയുന്നുണ്ട്. ഇത് എസ്തേറിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിലാണ്. അവിടെ വചനം പറയുകയാണ്, രാജാവിന്റെ ഈ കൽപ്പന എത്യോപ്യ മുതൽ ഇന്ത്യ വരെയുള്ള എല്ലാ പ്രവിശ്യകളിലും അവരവരുടെ ഭാഷകളിൽ, അവരവരുടെ ലിപികളിൽ ഇത് അയച്ചു കൊടുത്തു. വീണ്ടും നമ്മൾ കത്തോലിക്ക ബൈബിൾ നോക്കുകയാണെങ്കിൽ എസ്തേറിന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ ഈ കത്ത് എന്താണ് എന്ന് അവിടെ പറയുന്നുണ്ട്. ഈ കത്തിന് ആരംഭത്തിൽ തന്നെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുക. എസ്തേറിന്റെ പുസ്തകം 16-ന്റെ 1. അഹസ്വരൂസ് രാജാവ് എത്യോപ്യ മുതൽ ഇന്ത്യ വരെയുള്ള 127 പ്രവിശ്യകളിലെയും പ്രവിശ്യ തലവന്മാർക്കും ഭരണകർത്താക്കൾക്കും എഴുതുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഈ കത്ത് ആരംഭിക്കുക. ഇത് എസ്തേറിന്റെ പുസ്തകം 16-ന്റെ 1-ലുണ്ട്. അങ്ങനെ എസ്തേറിന്റെ പുസ്തകത്തിൽ തന്നെ 3 ഇന്ത്യയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ഹീബ്രു ബൈബിളിലാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുക ഹോദു എന്നാണ്. മലയാളം POC ട്രാൻസ്ലേഷനിൽ ഇന്ത്യ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുക. ഇനി 4-മതായിട്ട് ഇന്ത്യയുടെ പേര് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് മക്കബായരുടെ പുസ്തകത്തിലാണ്. അതായത് ഈ പേർഷ്യൻ സാമ്രാജ്യം ഏതാനും നൂറ്റാണ്ടുകൾക്കുള്ളിൽ തകർക്കപ്പെടുകയാണ്. BC 530-ലുണ്ടായ സാമ്രാജ്യം BC 330, ഏകദേശം 200 വർഷങ്ങൾക്ക് ശേഷം ഈ പേർഷ്യൻ സാമ്രാജ്യത്തെ അലക്സാണ്ടർ കീഴടക്കുകയാണ്. പക്ഷെ അലക്സാണ്ടർ വളരെ പെട്ടെന്ന് മരിച്ചുപോയി. ഗ്രീക്കുകാരനായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ സൈന്യാധിപന്മാർ ഈ രാജ്യം വീതിച്ചെടുത്തു.
അതിൽപ്പെട്ട ഒരാളാണ് അന്തിയോക്കസ് ഫോർ എപ്പിഫാനസ് എന്ന രാജാവ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം BC 175 അക്കാലത്തുള്ള ഈ അന്തിയോക്കസ് ഫോർ എപ്പിഫാനസ് എന്ന ഗ്രീക്ക് രാജാവിന്റെ സൈന്യാധിപനായിരുന്നു ലിസിയാസ്. കാലത്ത് യഹൂദന്മാര് മക്കബായൻ എന്ന് പേരുകൂടിയുള്ള യൂദസിന്റെ നേതൃത്വത്തിൽ ഒരു ചെറുത്തുനിൽപ്പ് നടത്തുകയാണ്. ഇവരെ അല്ലെങ്കിൽ ഈ ഗ്രീക്കുകാരെ ഇസ്രായേൽ പ്രദേശങ്ങളിൽ നിന്ന് പുറത്താക്കാനായിട്ട്. അപ്പോൾ ഒരു വമ്പൻ സൈന്യത്തെ അണിനിരത്തി ലിസിയാസ് ഇവരെ തകർക്കാൻ ശ്രമിക്കുന്നതാണ് മക്കബായരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അവിടെ 1 മക്കബായരുടെ പുസ്തകം 6-ാം അധ്യായം 37-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുക: ലിസിയാസിന്റെ നേതൃത്വത്തിൽ വമ്പൻ സൈന്യം യഹൂദന്മാരെ തകർക്കാനായിട്ട് അണിനിരക്കുകയാണ്. അക്കൂട്ടത്തില് യുദ്ധത്തിൽ പ്രാവീണ്യമുള്ള 32 ആനകളോടുകൂടിയ സൈന്യമായിരുന്നു. ഈ 32 ആനകളെയും നിയന്ത്രിച്ചിരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള പാപ്പാന്മാരായിരുന്നു. അതായത് ഇന്ത്യയിൽ നിന്നുള്ള ആനയും പാപ്പാന്മാരുമായിരുന്നു ഈ യുദ്ധത്തിന് ലിസിയാസ് എന്ന സൈന്യാധിപൻ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അവിടെയും ആനകളെ കുറിച്ചും ആനപ്പാപ്പന്മാരെ കുറിച്ചും പറയുമ്പോൾ 1 മക്കബായരുടെ പുസ്തകം 6-ാം അധ്യായം 37-ാം വാക്യം അവിടെ ഇന്ത്യ എന്ന സ്ഥലത്തിന്റെ പരാമർശമുണ്ട്. ഇതേ കാര്യം തന്നെ 2 മക്കബായരുടെ പുസ്തകം 13-ാം അധ്യായത്തിലുമുണ്ട്. പക്ഷെ അവിടെ ഇന്ത്യ എന്ന സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഇതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, പേർഷ്യൻ സാമ്രാജ്യത്തിലും പിന്നീട് വന്ന ഗ്രീക്ക് സാമ്രാജ്യത്തിലുമെല്ലാം ഇന്ത്യ മുതൽ ഇസ്രായേൽ വരെയുള്ള സകല പ്രദേശങ്ങളും ഒരു രാജ്യത്തിന് കീഴിൽ വരുന്ന അവസ്ഥ ഉണ്ടാവുകയും, നമുക്കറിയാം അലക്സാണ്ടർ ഉൾപ്പെടെയുള്ളവർ ഉത്തരേന്ത്യ വരെ പടയോട്ടം നയിച്ചു എന്നെല്ലാമുള്ള ചരിത്ര രേഖകൾ ഉൾപ്പെടെ ഉള്ളപ്പോൾ യൂതന്മാർക്ക് ഈ പ്രദേശങ്ങളെല്ലാമായി ഭാരതവുമായി പുരാതന കാലത്ത് തന്നെ വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ് ബൈബിൾ. യേശുവിന്റെ ശിഷ്യനായ തോമാസ് ലീഹ 1-ാം നൂറ്റാണ്ടിൽ AD 50 കേരള തീരത്ത് അല്ലെങ്കിൽ ഭാരതത്തിൽ വന്നു എന്നത് യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ 4 വളരെ വ്യക്തമായിട്ട് ഇന്ത്യയുടെ പേര് ബൈബിളിൽ പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. ഇനി 2 കൂടി ഇന്ത്യയുടെ പേര് നേരിട്ടല്ലെങ്കിലും സൂചിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് സോളമനെ കുറിച്ച് പറയുന്നിടത്താണ്. സോളമൻ രാജാവിന്റെ കാലത്താണ് ഇസ്രായേൽ സമ്പൽ സമൃദ്ധമായിരുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 10-22 വചനം ഇങ്ങനെ പറയുന്നു: സോളമൻ രാജാവിന്റെ കാലത്ത് എല്ലാ 3 വർഷം കൂടുമ്പോഴും രാജാവിന് ഓഫിർ എന്ന സ്ഥലത്ത് നിന്ന് സ്വർണവും വെള്ളിയും ആനക്കൊമ്പുകളും അതോടൊപ്പം തന്നെ കുരങ്ങുകളും മയിലും എല്ലാം കൊണ്ടുവന്നിരുന്നു. ഇവിടെ ഓഫിർ എന്ന സ്ഥലത്തെ കുറിച്ചാണ് പറയുക. അവിടെ നിന്നാണ് സ്വർണവും വെള്ളിയും ആനക്കൊമ്പും എല്ലാം വരിക. ഈ ഓഫിർ എന്ന സ്ഥലം ഇന്ത്യ എന്നാണ് പൊതുവെ ബൈബിൾ ചരിത്രകാരന്മാർ പറയുക. കാരണം സ്വർണത്തിന്റെയും അതുപോലെ തന്നെ ആനക്കൊമ്പുകളുടെയും എല്ലാം നാടാണ് ഇന്ത്യ. മാത്രമല്ല മെസോപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ആനക്കൊമ്പ് കൊണ്ടുള്ള കരകൗശലങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഓഫിർ എന്നത് കോപ്റ്റിക് ഭാഷയിലാണെങ്കിൽ ഇന്ത്യ എന്നാണ്. എന്നാൽ ചിലര് ഒരുപക്ഷെ അത് ശ്രീലങ്കയോ മറ്റു പ്രദേശങ്ങളാണോ എന്ന് പറയുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം പേരും പറയുന്നത് അത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു തുറമുഖമായിരിക്കാം എന്നാണ്. മറ്റൊരു ഭാഗത്തു കൂടി ഓഫിർ എന്ന സ്ഥലത്തെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. അത് ഇയ്യോബിന്റെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 16-ാം വാക്യമാണ്. അവിടെ ദൈവിക ജ്ഞാനത്തെ കുറിച്ച് പറയുമ്പോൾ ഓഫീറിലെ പൊന്നും ഗോമേതകവും ഇന്ദ്രനീലവും ഒന്നും ഈ ദൈവിക ജ്ഞാനത്തിന് തുല്യമല്ല എന്നാണ് വചനം പറയുക. അപ്പോഴും ആ ഓഫീറിലെ പൊന്ന് എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു. അതുകൊണ്ടാണ് ഓഫീറിലെ പൊന്നിനേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവിക ജ്ഞാനം എന്ന് വചനമോടെ പറയുക. ഓഫിർ എന്ന സ്ഥലം ഞാൻ പറഞ്ഞു പൊതുവെ ഇന്ത്യ എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുക. അതുകൊണ്ട് തന്നെ വിശുദ്ധ ജെറോം ലാറ്റിൻ ഭാഷയിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ലത്തീൻ വുൾഗാത്തയിൽ അദ്ദേഹം ഓഫിർ എന്ന സ്ഥലത്തിന് പകരമായിട്ട് അവിടെ ഉപയോഗിച്ചിരുന്നത് ഇന്ത്യ എന്ന വാക്കാണ്. അപ്പോൾ ഇന്ത്യയും ബൈബിൾ ചരിത്രവുമായി വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. അതായത് സോളമന്റെ കാലഘട്ടം മുതൽ യൂതന്മാര് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 4 വളരെ വ്യക്തമായും മറ്റ് 2 ഓഫിർ എന്ന പദം കൊണ്ടും ഇന്ത്യയെ വചനം സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ സാധിക്കും. നമ്മുടെ രാജ്യത്തിന്റെ പേരും ഈ ബൈബിളിൽ ഉണ്ട്. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അറിയാത്ത മറ്റുള്ളവരോടും പറയുക, ഷെയർ ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.